ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അരി വെച്ചിട്ടൊരു പായസമാണ്. അതിന് വേണ്ടി 3/4 കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കി 2 മണിക്കൂർ കുതിർത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-ാം പാലും 3-ാം പാലും ഒരുമിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഇത് നല്ല വെന്ത് വരട്ടെ. നമുക്ക് അപ്പോഴേക്കും ഇതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി പാത്രത്തിലേക്ക് 7 അച്ച് ശർക്കരയും 1 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് മെൽറ്റാക്കിയെടുക്കാം. ഇത് നല്ല മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ഇത് നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി നമുക്ക് വറ്റിച്ചെടുക്കാം. ഇതങ്ങനെ വറ്റി വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ അരിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് അങ്ങനെ മിക്സാക്കി കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് 5 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കണം. എന്നാലേ അരിയിലൊക്കെ മധുരമൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതെല്ലാ ഭാഗത്തേക്കും എത്തുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, 1/2 സ്പൂണ് ഏലക്ക പൊടിച്ചത് ഇതിട്ട് ഒന്നും കൂടി നമുക്ക് മിക്സാക്കി കൊടുക്കാം. നല്ലൊരു അടിപൊളി പായസം എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇനി നമുക്കിതിലേക്ക് 1-ാം പാലാണ്. കട്ടിക്കുള്ള 1 കപ്പ് 1-ാം പാൽ ചേർത്ത് തിളക്കരുത്. ഒന്ന് മിക്സാക്കി കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. തിളച്ചാൽ പാൽ പിരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു ചട്ടിയിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് കോരി ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമുക്ക് അടപ്രഥമത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അടിപൊളി പായസമാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടിപൊളി പായസമാണ്. ഇപ്പോൾ നമ്മളെ പായസം റെഡിയായി.